എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. പപ്പായ അഥവാ കപ്പളങ്ങ, ഇതിൻ്റെ പ്രാധാന്യം എത്രമാത്രം വലുതാണ്. ഇത് നമ്മുടെ ജീവിതത്തെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ടെന്നറിയാമോ? എല്ലാവർക്കും അറിയാം. പപ്പായപ്പഴമാണെങ്കിൽ അത് കഴിച്ചാൽ നമ്മളെ ഊർജ്ജസ്വലരാക്കും. നമ്മളെ ക്ഷീണിച്ചൊക്കെ ഇരിക്കുവാണെങ്കിൽ അത് കഴിക്കുകയാണെങ്കിൽ കണ്ണുകളൊക്കെ തന്നെ തുറന്നു വരുന്ന പോലെ നമുക്ക് തോന്നും. ഇങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ള ഏറ്റവും പ്രാധാന്യമുള്ള പഴമാണ് പപ്പായപ്പഴം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാവുന്ന ഒരു നല്ല പഴമാണ്. പിന്നെ അത് നമ്മുടെ അസുഖങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ പപ്പായയ്ക്ക് വളരെയധികം സാധിക്കും. ഇനി ഈ പച്ചപ്പപ്പായയുടെ കാര്യമാണെങ്കിൽ അത് തോരൻ വെക്കാനായാലും കറി വെക്കാനായാലും അത് വളരെ ഗുണമുള്ള കറിയാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കറിയാണത്. പിന്നെ ഇത് കാബേജ് തോരൻ പോലെ തന്നെയാണ് നമുക്കിത് വെക്കാൻ സാധിക്കും. ഇത് തോരൻ വെച്ച് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് കാബേജ് തോരൻ പോലെ തന്നെ ഇരിക്കുന്നത്. മോരൊഴിച്ച് കറി വയ്ക്കാം. പിന്നെ എങ്ങനെ വേണമെങ്കിലും കറി വയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പപ്പായ. ആഴ്ചയിൽ ഇതിപ്പം എല്ലാ ദിവസവും ഒന്നും വെക്കാൻ പറ്റിയില്ലെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇത് നമ്മൾ ഉപയോഗിക്കണം. അങ്ങനെ നമ്മുടെ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കണം നമ്മൾ. ഇന്ന് ഞാൻ എങ്ങനെയാണ് പപ്പായ തോരൻ വെക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കപ്പളങ്ങ അഥവാ പപ്പായ ചിരണ്ടിയെടുക്കാം. ഇനി നമുക്ക് പപ്പായയ്ക്ക് ചേർക്കാനുള്ള തേങ്ങ ചിരണ്ടിയെടുക്കാം. ഇതാണ് ഞാൻ പപ്പായത്തോരൻ ഉണ്ടാക്കാൻ എടുക്കുന്ന ചേരുവകൾ. തേങ്ങ, കാന്താരിമുളക്, ഉള്ളി, മഞ്ഞൾപ്പൊടി. ഇതിൻ്റെ കൂടെ ഉപ്പും കൂടെ ചേർത്താണ് പപ്പായത്തോരൻ ഉണ്ടാക്കുക. ഇനി നമുക്ക് പപ്പായത്തോരൻ ഉണ്ടാക്കാം. ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ചേരുവകളൊക്കെ കൂടെ ഞാൻ മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് പാൻ അടുപ്പ് വെച്ചു. ഇനി നമുക്ക് തോരൻ വെക്കാൻ വേണ്ടി ഒരു 3 സ്പൂൺ, അത് ചൂടായി. ഇനി ഒരു 3 സ്പൂണ് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. നല്ലപോലെ നിറച്ച് 3 സ്പൂണാണ്. കാരണം പപ്പായക്കൊന്നും വെള്ളം ഒഴിക്കുകയല്ലോ, വേണ്ടേ. 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമ്മൾ അതിനകത്തേക്ക് കുറച്ച് കടുകിടുവാണ്. കടുക് ഇട്ടതിന് ശേഷം അത് പൊട്ടാൻ തുടങ്ങി. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില, വറ്റൽമുളക്, ഉള്ളി കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇത്രയിട്ട് നന്നായിട്ട് മൂപ്പിക്കണം. ഏകദേശം മൂത്ത് കഴിഞ്ഞു. ഇനി ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഗ്യാസ് അല്പം നന്നായിട്ട് കുറച്ച് വെക്കണം. മൂത്ത് കഴിയുമ്പോഴേ ഗ്യാസ് കുറച്ച് വെച്ച് ഇനി ഞാൻ ആദ്യം ചെയ്യുന്നത്, ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന ഈ ചേരുവകളാണ് ഞാൻ ആദ്യം ഇങ്ങോട്ട് ഇടാൻ പോകുന്നത്. ചേരുവകളാണ് ആദ്യം ഞാൻ ഇട്ടത്. അത് നന്നായിട്ട് ഞാനൊന്ന്
ആ തേങ്ങയുടെയൊക്കെ ആ പച്ചച്ചൊവ അങ്ങ് പോകാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം തേങ്ങ ഇങ്ങനെ ചേരുവ ഇട്ട് എണ്ണയ്ക്കകത്തുനിന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നത്. പച്ചച്ചൊവയൊക്കെ മാറി നല്ലൊരു സ്മെല്ലും കൂടി വരുന്നുണ്ട്. നല്ല ഇത് കാബേജ് പോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പളങ്ങ അഥവാ പപ്പായ ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇടുവാണ്. അതിട്ടതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടി നമ്മൾ ചേർക്കേണ്ടതായിട്ടുണ്ട്. ഒരു കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ചേർക്കാം. നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പാണ് എടുക്കുന്നത്. അത് കഴിയുമ്പോൾ ഞാൻ ഇത് വെറുതെ ഇത് പിന്നെ ഞാൻ ഇളക്കുന്നു. ഇത് പിന്നെ ഞാൻ യോജിപ്പിക്കാതെ തന്നെ ഇങ്ങനെ തട്ടി ഇങ്ങനെ വെച്ചിട്ട് ഞാൻ അടപ്പ് വെച്ച് നന്നായിട്ട് ആവിക്ക് വെക്കുക. അടച്ചു വെച്ചു. ഇനി നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നോക്കാം. നമ്മൾ അടച്ചു വെച്ചിരിക്കുന്ന മൂടി പതുക്കെ തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചേരുവകളും ഈ പപ്പായ തോരനും ആക്കി വെച്ചിരിക്കുന്ന ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടി മിക്സ് ചെയ്യുകയാണ്. പപ്പായയും തോരൻ്റെ ചിരണ്ടിയതും പിന്നെ ഈ ചേരുവയും കൂടെ കൂടി മിക്സ് ചെയ്യും. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഈ കളറ് കണ്ടോ, കാബേജ് തോരൻ്റെ അതേ കാഴ്ചയിൽ തന്നെ. പപ്പായ എന്ന് പറയാനൊന്നും മോശപ്പെടേണ്ട. പപ്പായ ഏറ്റവും നല്ല ഔഷധമുള്ള ഒരു കാര്യമാണ്. ഇത്രയും മിക്സ് ചെയ്ത ഈ പപ്പായ തോരൻ നമുക്ക് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് അതിന് ശേഷം ഒന്നും കൂടെ ആവി അടച്ചു വെക്കാം മൂടി. അപ്പോൾ തോരൻ ഏതവസ്ഥയിലായി വെന്ത് കഴിഞ്ഞോ എന്ന് നമുക്ക് നോക്കാം. ഇതേ പപ്പായ തോരൻ റെഡി ആയി കഴിഞ്ഞു. ഇന്ന് നമുക്ക് ഗ്യാസൊക്കെ ഓഫ് ചെയ്യാം. സൂപ്പർ പപ്പായ തോരനായി. പപ്പായ തോരൻ റെഡി. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഈ തോരൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.